ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സി കെ ടൈറ്റസ് അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ത്രിയേക ദൈവം നൽകി തന്ന ഈ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻഗേലിയോനായി നമ്മൾ വായിച്ചു കേട്ടത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1-8. ചില വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കുന്നു. 3-ാമത്തെ വാക്യം മുതൽ. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് ഇന്ന് വീണ്ടും ആരാധിപ്പാൻ തക്കോണം നീ അവിടുന്ന് ഇടയാക്കി തരുന്നു. നിന്റെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങൾക്കായിരിക്കാൻ നീ അവിടുന്ന് അവസരം ഒരുക്കി തരുന്നു. പ്രിയ കർത്താവെ, ഓരോ പ്രാവശ്യം വചനം വായിക്കുന്ന സമയത്ത് ഈ വചനം ഞങ്ങൾക്ക് നൽകി തരുന്നതായിട്ടുള്ള ഉൾക്കാഴ്ചകൾക്കായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരിക്കും. നീ ഞങ്ങൾ എവിടെ എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്നതായിട്ടുള്ള ആ നിമിഷങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം കരയറ്റുകയാണ്. കർത്താവെ, അവിടുന്ന് ഈ വചന കേൾവി ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ രൂപാന്തരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുവാൻ തക്കോണം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വ്യത്യസ്ത പ്രായത്തിലുള്ളവർ ഈ വചനം ഇന്ന് കേൾക്കുമ്പോൾ, പ്രിയ കർത്താവെ, അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരവർക്ക് മനസ്സിലാകുന്നതായിട്ടുള്ള രീതിയിൽ ഈ വചനത്തെ നീ അവിടുന്ന് വിളമ്പണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അടിയനെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നൽകിയതായിട്ടുള്ള ആലോചനകൾ അത് വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം പ്രിയ കർത്താവെ, നിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. മുൻപോട്ടുള്ള നിമിഷങ്ങൾ നിന്നെ കേൾക്കുവാനും നിന്നെ കാണുവാനുമുള്ള നിമിഷങ്ങളാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. റേ ആർ സട്ടൻ റിഫോംഡ് എപ്പിസ്കോപ്പൽ ചർച്ച് അമേരിക്കയിലെ ബിഷപ്പാകുന്നു, ഇപ്പോഴത്തെ പ്രിസൈഡിങ് ബിഷപ്പാകുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ജീവിത അനുഭവത്തിലെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള ഒരു കുടുംബം, നല്ലൊരു കുടുംബം, എന്നാൽ ഏറെ നാളുകളായിട്ട് പ്രിയപ്പെട്ടവർക്ക് മക്കൾ ഇല്ല. ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള സമയത്ത് അവർ തീരുമാനിക്കുകയാണ് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം എന്ന്. എന്നാൽ ഈ അഡോപ്ഷൻ്റെ പ്രോസസ്സ് ഭയങ്കര ലോങ് ആണ്. ഓരോ പ്രാവശ്യം പോകുന്നു വരുന്നു, ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആകെപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു നിമിഷമാണ്. എന്നാൽ പോലും അവർ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം അതിനുള്ള ഒരു അനുമതി ലഭിക്കുകയും ഒരു കുഞ്ഞിനെ അവർക്ക് അഡോപ്റ്റ് ചെയ്യുവാൻ തക്കോണം സാധ്യമായി തീർന്നു. അങ്ങനെ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ബിഷപ്പ് അവരെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെന്നു. അവരെ കാണാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ റേ ആർ സട്ടൻ പറയുന്നതായിട്ടുള്ള വാചകം ഇപ്രകാരമാണ്: ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദ ഫാദേഴ്സ് വേർഡ്സ്. അപ്പനെ ആദ്യമായിട്ട് കണ്ടതായിട്ടുള്ള സമയത്ത് കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ അപ്പൻ പറഞ്ഞ വാചകം ഇപ്രകാരമാണ്: സൈൻഡ്, സീൽഡ് ആൻഡ് ഡെലിവേർഡ്. Signed, sealed and delivered. The papers have been signed, the union has been sealed and our son is home. റേ ആർ സട്ടൻ മാമോദീസയെക്കുറിച്ച് ഒരു നല്ല പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടൈറ്റിലും ഇത് തന്നെയാണ്: സൈൻഡ്, സീൽഡ് ആൻഡ് ഡെലിവേർഡ്, എ സ്റ്റഡി ഓൺ ഹോളി ബാപ്റ്റിസം. ഇന്ന് സഭയായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയവും ഇത് തന്നെയാണ്: മാമോദീസ എന്ന കൂദാശ, ദ സാക്രമെന്റ് ഓഫ് ഹോളി ബാപ്റ്റിസം. ഒരു പക്ഷെങ്കിൽ ഈ 3 വാക്കിൽ തന്നെ ഇനി മുൻപോട്ടൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ 3 വാക്കിൽ തന്നെ അതെല്ലാം ഉൾക്കൊള്ളുകയാണ്. വി ആർ സൈൻഡ്, വി ആർ സീൽഡ് ആൻഡ് ഡെലിവേർഡ് ടു ദ വേൾഡ് ടു ബി ക്രൈസ്റ്റ്.
ആ ഒരു വലിയ ആശയം ഈ പുസ്തകത്തിന്റെ തലക്കെട്ടിൽ തന്നെ നമുക്ക് കാണുവാൻ തക്കോണം സാധ്യമായി തീരുകയാണ്. ഇതൊരു കൂദാശയാണ്. കൂദാശ എന്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇറ്റ് ഈസ് ആൻ ഔട്ട്വേർഡ് ആൻഡ് വിസിബിൾ സൈൻ ഓഫ് ഇൻവേർഡ് ഗ്രേസ്. വെളിയിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു സൈനാണ്, അല്ലെങ്കിൽ കാണിക്കുന്നതായിട്ടുള്ള ഒരു സൈനാണ് ആന്തരികമായി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ കൃപയുടെ, അതിനാണ് കൂദാശ എന്ന് പറയുന്നത്, സാക്രമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഏതൊരു കൂദാശ നമ്മൾ എടുത്തു നോക്കിയാലും അതിന് ചില എലിമെന്റ് ഉണ്ട്. ആ എലിമെന്റിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വാട്ട് ഗോഡ് ഇസ് ട്രൈങ് ടു സേ. അങ്ങനെയെങ്കിൽ വിശുദ്ധ മാമോദീസ എടുത്തു നോക്കുമ്പോൾ വിശുദ്ധ മാമോദീസയിലും ചില എലിമെന്റ്സ് ഉണ്ട്. വെള്ളമുണ്ട്, സൈത്തുണ്ട്. വിശുദ്ധ മാമോദീസയോട് കൂടെ തന്നെ ചേർന്ന് പോകുന്ന ഒരു ശുശ്രൂഷയാണ് മൂരോൺ അഭിഷേക ശുശ്രൂഷ. എന്നാൽ പലർക്കും അത് രണ്ടും ഒന്നാണെന്ന് അങ്ങ് തോന്നുന്നു. അല്ല, ദാറ്റ് ഇസ് എ ഡിഫറെന്റ്. അത് രണ്ടാമത്തെ ഒരു സാക്രമെന്റ് ആണ്, ക്രിസ്മേഷൻ, വിശുദ്ധ മൂരോൺ അഭിഷേകത്തിന്റെ ശുശ്രൂഷ. എന്നാൽ ഈ ശുശ്രൂഷ, ഈ എലിമെന്റ്സ് ആണ് നമ്മളെ കാണിച്ചു തരുന്നത് എന്താണ് ഈ പറയുന്നതായിട്ടുള്ള കൃപ ലഭിക്കുവാൻ തക്കോണമുള്ള ഒരു കാരണം. എന്നാൽ സെയിന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, സിമ്പിൾ വിതൗട്ട് ടീച്ചിങ് ലീഡ്സ് ടു ഐഡലേട്രി. സിമ്പിൾ വിതൗട്ട് ടീച്ചിങ് ലീഡ്സ് ടു ഐഡലേട്രി. എന്താണ് ഈ പറയുന്നതായിട്ടുള്ള എലിമെന്റിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ ഈ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുന്നതെങ്കിൽ അതൊരു വിഗ്രഹാരാധനയുമായിട്ട് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിശുദ്ധ കുർബാന നമ്മൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് വരുമ്പോഴും ഈ കൂദാശയിലും വിശുദ്ധ കുർബാനയുടെ ഒരു എസൻസ് ഞാൻ മനസ്സിലാക്കാത്തിടത്തോളം കാലം ദിസ് ഇസ് നത്തിങ് എൽസ് ബട്ട് ഐഡലേട്രി, ഒരു വിഗ്രഹാരാധനയാണ്. ഞാൻ വരികയാണ്, ആരാധിച്ചിട്ട് മടങ്ങി പോവുകയാണ്. എന്നാൽ ഏതൊരു കൂദാശയുടെയും ആ എലിമെന്റ്സിന്റെ, ആ സിംബൽസിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു ശുശ്രൂഷ ഏറ്റവും അർത്ഥവത്തായിട്ട് തീരാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. ഇന്ന് സഭയായിട്ട് ഈ ഒരു വിഷയം നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തരുമ്പോൾ വിശുദ്ധ ഏവൻഗേലിയോന്റെ ഈ ഒരു ഭാഗം കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഒരു വലിയ ഒരു സ്ട്രഗിളിലാണ് ഞാൻ. സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസത്തെ കുറിച്ച് പറയണോ അതോ ഏവൻഗേലിയോൻ ഭാഗവും എടുത്ത് പറയണോ? എന്നാൽ ഇത് രണ്ടിനെയും ഒന്ന് കൂട്ടി യോജിച്ച് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അങ്ങനെ പറയുന്നതായിട്ടുള്ള സമയത്ത് എനിക്കറിയാം ഇത് അപൂർണമാണ്. രണ്ടും പൂർണ്ണമാക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ വേദഭാഗത്തെയും പൂർണ്ണമായിട്ട് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റത്തില്ല, അതോടൊപ്പം തന്നെ സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസത്തിനെയും എനിക്ക് പൂർണ്ണമായിട്ട് ജസ്റ്റിസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഇത് രണ്ടിനെയും ഒന്ന് കൂട്ടി യോജിച്ച് വിശുദ്ധ മാമോദീസായുടെ ചില എലിമെന്റ്സ്, ചില അർത്ഥങ്ങൾ, ചില മാനങ്ങൾ ഒരുമിച്ച് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, താല്പര്യപ്പെടുകയാണ്. 3 ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ഈ ബാപ്റ്റിസം, അല്ലെങ്കിൽ എന്തിനെയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്? ഈ ബാപ്റ്റിസം ചിലതിനെയൊക്കെയും ചില അർത്ഥങ്ങൾ ഈ വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ മാമോദീസായിൽ കൂടെയും ഈ കുദാശകൾ കൂടെയൊക്കെ നമുക്ക് നൽകി തരുന്നു. എന്നാൽ അതിന് മുൻപ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊരു കൂദാശയ്ക്കും ചില ഡൈമെൻഷൻസ് ഉണ്ട്. വിശുദ്ധ മാമോദീസായ്ക്കും അത്തരത്തിൽ 3 ഡൈമെൻഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത്തരത്തിലെ ഡൈമെൻഷനാണ് ഓരോ സഭകൾ വിശ്വസിക്കുന്നതും അതിന് കുറച്ചും കൂടെ ഊന്നൽ നൽകുന്നത്. ഒന്നാമത്തേത് പേഴ്സണൽ ഡൈമെൻഷനാണ്. എന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് മാമോദീസ എന്ന് പറയുന്നത് അത് ഒരു കുഞ്ഞ് പ്രായമായതിനു ശേഷം അവൻ വിശ്വാസം ഏറ്റു പറയാൻ തക്കോണം പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ ഹി ഹാസ് ടു റിപ്പന്റ് ഹിംസെൽഫ് ആൻഡ് ഹി ഹാസ് ടു ഹാവ് ഫെയ്ത്ത്, അങ്ങനെ വാദിക്കുന്ന ചില സഭാ വിഭാഗങ്ങൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ഇൻഫന്റ് ബാപ്റ്റിസമാണ്. എന്തുകൊണ്ട് ഇൻഫന്റ് ബാപ്റ്റിസം എൻകറേജ് ചെയ്യുന്നു എന്ന് പറയുന്നത്, കാരണം ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫെയ്ത്ത് അല്ല. ബിബ്ലിക്കലായിട്ട് നമ്മൾ എടുത്തു നോക്കിയാലും ഫെയ്ത്ത് ഈസ് ഓൾവേസ് എ കോർപ്പറേറ്റ് ഫെയ്ത്ത്. എൻ്റെ അപ്പൻ്റെ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും എപ്പോഴും ഒരു കോർപ്പറേറ്റ് ഫെയ്ത്ത് ആണ്, ഒരു ഇൻഡിവിജ്വൽ ഫെയ്ത്ത് അല്ല. എന്നാൽ ചില സഭകൾ ഭയങ്കര ഊന്നൽ നൽകുന്നു, ആ ആള് തന്നെ മനസ്സിലാക്കി പറയുമ്പോൾ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതൊരു പേഴ്സണൽ ഡൈമെൻഷൻ. രണ്ടാമത്തേത് ഒരു എക്ലീസിയൽ ഡൈമെൻഷനാണ്, സഭാപരമായിട്ടുള്ള ഒരു ഡൈമെൻഷൻ. എന്ന് പറഞ്ഞാൽ ഏതൊരു സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മാമോദീസായിൽ കൂടെയാണ് ഒരു ആള്, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ആള് പൂർണ്ണമായിട്ട് ഈ സഭയുടെ അംഗമായി തീരുന്നത്. ഈ സഭയുടെ എല്ലാവിധമായ പ്രിവിലേജസ് ലഭിക്കുവാൻ തക്കോണം കാരണമായി തീരുന്നത് ഈ ഒരു വിശുദ്ധ മാമോദീസായിൽ കൂടെയാണ്. അതൊരു എക്ലീസിയൽ ആസ്പെക്റ്റ് ആണ്. എന്നാൽ മൂന്നാമത്തെ ഒരു ഡൈമെൻഷനോടുണ്ട്, എ ഡിവൈൻ ഡൈമെൻഷൻ, എ ഡിവൈൻ ആസ്പെക്ട്. ഈ ഡിവൈൻ ആസ്പെക്ട് എന്താകുന്നു? അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ, പാപമോചനത്തിൻ്റെ വലിയൊരു അനുഭവം, അത് സ്വർഗീയമായ ഒരു അനുഭവമാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സഭയെ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒന്നിനല്ല നമ്മുടെ സഭ ഊന്നൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ 3 ഡൈമെൻഷനും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു രീതിയിൽ ഊന്നൽ നൽകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സഭ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ദാറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇനീഷ്യേഷൻ.
ദാറ്റ് ഇസ് നോട്ട് എ ഗ്രാജുവേഷൻ സെറിമണി. വിശുദ്ധ മാമോദീസ എടുത്തതുകൊണ്ട് ഞാൻ പൂർണ്ണമാകുന്നില്ല. എന്നാൽ വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് നൽകി തരുന്ന 3 ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്ന്, ബാപ്റ്റിസം ഈസ് എ സിമ്പിൾ ഓഫ് ഐഡന്റിഫിക്കേഷൻ. മാമോദീസ എന്ന് പറയുന്നതായിട്ടുള്ള ഈ കൂദാശ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ നിക്കോദിമോസ് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. വേഴ്സ് 2, ആ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ദിസ് മാൻ കെയിം ടു ജീസസ് ബൈ നൈറ്റ് ആൻഡ് സെഡ് ടു ഹിം. ഈ പലരും ആ രാത്രിയിൽ അവൻ വന്നതിനെക്കുറിച്ച് പല വ്യത്യസ്തമായിട്ടുള്ള നിഗമനങ്ങളുണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ചിലർ പറയുന്നു അവൻ പേടിച്ചു, മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത്. ചിലർ പറയുന്നു രാത്രി വന്നു എന്ന് പറയുന്നത് അവൻ ഒരു ശരിയായിട്ടുള്ളൊരു വിശ്വാസി അല്ലായിരുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി വന്നത്. ഹിസ് ഫെയ്ത്ത് വാസ് ഷാലോ ആൻഡ് സൂപ്പർഫിഷ്യൽ. ചിലർ പറയുന്നു അവന് രാവിലെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സമയം കിട്ടിയപ്പോൾ കർത്താവിനെ ചെന്ന് കണ്ടു, രാത്രിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളിലും വ്യത്യസ്തമാണ് യോഹന്നാൻ രചിച്ചതായിട്ടുള്ള അല്ലെ യോഹന്നാൻ എഴുതിയതായിട്ടുള്ള സുവിശേഷം. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് അത്ര എളുപ്പമല്ല വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അടയാളങ്ങളാണ്, ഒത്തിരി സിമ്പിൾസ് ആണ്, ഒത്തിരി ഇമേജറീസ് ആണ്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോ വാക്കിന്റെ പുറകിലും ഒരു വലിയ സിമ്പിൾ ഉണ്ട്. ക്രെയ്ഗ് ആർ കോയ്സ്റ്റർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നല്ല എഴുതിയ ഒരു നല്ല പുസ്തകം ഉണ്ട്, സൈൻസ് ആൻഡ് സിമ്പിൾസ് ഇൻ ദ ജോഹന്നൈൻ ഗോസ്പൽ. അതിൻ്റെ അകത്ത് ഓരോന്നിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഈ പറയുന്നതായിട്ടുള്ള രാത്രി എന്ന് പറയുമ്പോഴും ഈ യോഹന്നാൻ സുവിശേഷകൻ ഹീസ് ട്രൈയിങ് ടു ഡിസ്ക്രൈബ് എ കണ്ടീഷൻ ഓർ എ സർക്കംസ്റ്റാൻസ്. അവൻ ആയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിച്ചത്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റ് ചില ഇൻസ്റ്റൻസസ് നൈറ്റിനെ കുറിച്ച് കാണാനായിട്ട് സാധ്യമായി തീരും. സമയം കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്, വെൻ നോ വൺ ക്യാൻ വർക്ക്. രാത്രി എന്ന് പറയുന്ന സമയം ആർക്കും വർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്ന സമയം. നൈറ്റ്, വെൻ നോ വൺ ക്യാൻ വർക്ക്. രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒന്നും നമുക്ക് രാത്രി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്ന സമയം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, അവിടെ നൈറ്റിനെ സിംബലൈസ് ചെയ്യുന്നത് ഇരുട്ടിൽ നടക്കുന്നതായിട്ടുള്ള സമയത്ത് അവൻ ഇടറി വീഴും, ഹി സ്റ്റംബിൾസ്. അപ്പോൾ നൈറ്റ് ഈസ് എ ടൈം വെൻ വി സ്റ്റംബിൾ. ഇടറി വീഴുന്നതായിട്ടുള്ള സമയം, വീണു പോകുന്നതായിട്ടുള്ള സമയം ആണ് രാത്രി എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാമത്തെ വാക്യം, യൂദായുടെ ആ ഒരു വലിയ അനുഭവം, കർത്താവ് പെസഹ ആചരിച്ച് അപ്പവും വീഞ്ഞും ഈ പറയുന്നതായിട്ടുള്ള ശിഷ്യന്മാർക്ക് കൊടുത്തു കഴിഞ്ഞ് യൂദ അവിടുന്ന് പോകുന്നതായിട്ടുള്ള സമയത്ത് അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് ഇത് അപ്പോൾ രാത്രി ആയിരുന്നു. ഇറ്റ് വാസ് നൈറ്റ് ദെൻ. അത് സെപ്പറേഷന്റെ, ഫ്രാഗ്മെന്റേഷന്റെ, ഡിവിഷന്റെ, ബിട്രയലിന്റെ ഒരു സൂചകമാണ് ഈ പറയുന്ന രാത്രി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മുൻപോട്ട് പോകുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവിടെ രാത്രി മൊത്തം അവർ അധ്വാനിച്ചു, പക്ഷെങ്കിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് നത്തിങ്നെസ്, ഓഫ് എംപ്റ്റിനെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധ്യമായി തീരും. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ അറ്റ് നൈറ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിക്കോദിമോസ് എന്ന് പറയുന്നതായിട്ടുള്ള ആളിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും ആ ലൈഫുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് നമുക്ക് ഒരു രീതി നോക്കിയാൽ നമുക്ക് എല്ലാവരും ഈ നിക്കോദിമോസിന്റെ ഇതിൽ ഫിറ്റ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം there was a day time for Nicodemus and there was a night time for Nicodemus. ഈ പറയുന്നതായിട്ടുള്ള ജിജോയ്ക്കും രാവിലത്തെ ഒരു സമയമുണ്ട്, രാത്രിയിലത്തെ ഒരു സമയമുണ്ട്. ഈ ഇരിക്കുന്നതായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും we have a day time and we have a night time. ഈ പറയുന്നതായിട്ടുള്ള നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. he is having a day time and he is having a night time. രാവിലെ എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് അവൻ അറിയാം അവൻ ആരാകുന്നു, who he is. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഫരീഷ്യനാകുന്നു, അവനൊരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു റോൾ ഉണ്ട്, ഒരു റിപ്രസെൻറ്റേഷൻ ഉണ്ട്, ഒരു ജൂവിഷ് ലീഡറിൻ്റെ റിപ്രസെൻറ്റേഷൻ. അവന് ന്യായപ്രമാണങ്ങൾ എല്ലാം തന്നെ അറിയാം, അവനെ ആളുകൾ അനുഗമിക്കുന്നു, അവന് ഒരു സ്ഥാനമുണ്ട് സൊസൈറ്റിയിൽ. പക്ഷേ രാത്രി ആകുമ്പോഴത്തേന് അവൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആണ്. അവന് മനസ്സിലാകുന്നില്ല എന്താണ് ഇത്, തന്നെയാണോ യഥാർത്ഥമായിട്ടുള്ളൊരു സംഭവം, ഇങ്ങനെ തന്നെയാണോ ഞാൻ മുൻപോട്ട് പോകേണ്ടത്. ഭയങ്കര ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. എന്നാൽ അവിടെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ക്രിസ്തു ഈ പറയുന്നതായിട്ടുള്ള നിക്കോദിമോസിനെ ഈ ഒരു സംഭാഷണത്തിൽ കൂടെ
ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ രാത്രിയിൽ വന്നു എങ്കിൽ പോലും പിന്നീട് നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അരിമത്യക്കാരനായ യോസെഫിനോടൊപ്പം ഈ പറയുന്നതായിട്ടുള്ള നിക്കോദിമോസും കൂടി പോയി എല്ലാവരുടെയും മുൻപിൽ ഒരു വലിയ സാക്ഷിയായി തീരുന്ന അനുഭവം നമുക്ക് കാണാം. ബാപ്റ്റിസം ഈസ് ഓൾസോ ആൻ ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ മുകളിൽ ഒരു മുദ്ര ഇടുകയാണ്, ഒരു സീൽ ഇടുകയാണ്, ഒരു കുരിശ് വരയ്ക്കുകയാണ്. എന്നേക്കുമായിട്ടുള്ള ഒരു മാർക്കാണ്. ഒരു പക്ഷെങ്കിൽ സൈത്ത് ഇവിടെ വെക്കുമ്പോൾ, മൂരോൺ ഇവിടെ വെക്കുമ്പോൾ, കുളിച്ച് കഴിയുമ്പോഴത്തേന് ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഈ പ്രസൻസ് അങ്ങ് പോകും. എൻ്റെ മമ്മി പറയും, ഈ നമ്മുടെ നിങ്ങൾ മൂരോൺ തേക്കുമ്പോൾ എന്താണ് ഈ മണമില്ലാത്തത്? മമ്മി ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ അവിടെ മൂരോൺ തേക്കുമ്പം 2 ദിവസവും 3 ദിവസം വരെ ഈ മണം ഇങ്ങനെ അങ്ങ് നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ മണത്തിലല്ല കാര്യം, ഇത് തേച്ച് കഴിഞ്ഞ് ഉണ്ടാകേണ്ട ഗുണത്തിലാണ് കാര്യം. 2 ദിവസമോ 3 ദിവസമോ മണം കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ മണം പോയത് കൊണ്ടും വലിയ കാര്യമില്ല. കാരണം അതല്ല ഇമ്പോർട്ടൻറ്റ്. അതിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് നൽകി തരുന്നതായിട്ടുള്ള സന്ദേശം എന്താണ്, നൽകി തരുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ദാറ്റ് നൗ യു വിൽ ബി ഐഡന്റിഫൈഡ് ആസ് ക്രിസ്ത്യൻ. ദർ ഇസ് എ മാർക്ക് ഓൺ യു. നിന്നിൽ ഈ മാർക്ക് ഇട്ടിട്ടാണ് നിന്നെ ഈ ദേവാലയത്തിൽ നിന്ന് വെളിയിലേക്ക് വിടുന്നത്. അതുകൊണ്ട് നിരന്തരം ആ ഒരു ബോധ്യവും ആ ഒരു ഓർമ്മയും ഉണ്ടായിരിക്കണം. ഒരു പക്ഷെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഡേ ടൈം ജിജോ ആൻഡ് നൈറ്റ് ടൈം ജിജോ. ഓരോരുത്തർക്കും അവരവരുടെ പേരിട്ട് പറയാം. രാവിലെ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും അന്ധകാരത്തിലും രാത്രിയിലും ആരും കാണാതെ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ രാവിലെ ആയാലും രാത്രിയിലായാലും വൺസ് ഐ ആം ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, ദിസ് സീൽ ഇസ് ദെയർ ഓൺ മീ, എന്നിലുണ്ട്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ നിരന്തരം പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഹോളി ബാപ്റ്റിസം ഈസ് എ സിമ്പിൾ ഓഫ് ഐഡന്റിഫിക്കേഷൻ. 2, ഹോളി ബാപ്റ്റിസം ഈസ് എ സിമ്പിൾ ഓഫ് ഇന്റിഗ്രേഷൻ. ഹോളി ബാപ്റ്റിസം ഈസ് എ സിമ്പിൾ ഓഫ് ഇന്റിഗ്രേഷൻ. നീ വീണ്ടും ജനിക്കണം. എനിക്ക് ഭയങ്കര രസകരമായാണ് ഇവരുടെ തമ്മിലുള്ള ഒരു സംഭാഷണം. നീ വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നിക്കോദെമോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാക്കൊന്നുമല്ല ബോൺ അഗെയിൻ. കാരണം യഹൂദ പാരമ്പര്യത്തിൽ മറ്റ് വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതിന് പറഞ്ഞ ടേം ബോൺ അഗെയിൻ എന്ന് തന്നെയാണ്. അത് മാത്രമല്ല ഗ്രീക്കിൽ പോലും ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പറയുന്നതായിട്ടുള്ള മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ഗോഡ് നടക്കുമ്പോൾ ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതായിട്ടുള്ള ചിന്താഗതിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വാക്കല്ല, അവന് മനസ്സിലാകാത്തതോ അവന് വേണ്ടിയിട്ട് കർത്താവ് പറഞ്ഞ ഒരു പുതിയ വാക്കല്ല ഈ പറയുന്നതായിട്ടുള്ള വാക്ക്. അവിടെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, ഒരുത്തൻ പ്രായമായി കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് അമ്മയുടെ വയറ്റിലോട്ട് പോകാൻ പറ്റുന്നത്? ഈ നമ്മൾ നമ്മുടെ തന്നെ ലൈഫ് ഒന്ന് അനലൈസ് ചെയ്താൽ ചിലരോട് നമ്മൾ ചിലത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിലത് പ്രതീക്ഷിച്ചാണ് ചോദിക്കുന്നത്. അതായത് ഈ ഉത്തരം അവർ തരുമെന്ന്. അപ്പോൾ അവർ തരുന്നതായിട്ടുള്ള ഉത്തരം പലപ്പോഴും 2 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. 1, അവർ പറഞ്ഞത് നമുക്കൊന്നും മനസ്സിലായില്ല. 2, അവർ പറഞ്ഞു നമുക്ക് മനസ്സിലായി, പക്ഷെ ഇതല്ല ഉദ്ദേശിച്ചത്, അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് നമ്മൾ നടിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പലരും. ഒന്നും എനിക്ക് മനസ്സിലായില്ല, എന്തുവായിരുന്നു പറഞ്ഞ് പിടി കിട്ടിയില്ല. നിക്കോദിമോസും അത് തന്നെയാണ് പറയുന്നത്. കർത്താവെ നീ പറഞ്ഞു വീണ്ടും ജനിക്കണം, ബട്ട് ദിസ് ഇസ് ന്യൂ ടു മീ. എന്താണ് നീ പറയുന്നത്? എനിക്ക് പിടികിട്ടിയില്ലല്ലോ. എന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, there were 8 ways to be born again. 8 വഴികളുണ്ട് വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു ട്രഡീഷൻ അനുസരിച്ച്. എല്ലാം പറയാൻ സമയമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ് ആ 8. 1 is proselyte conversion, അതായത് വിജാതിയിൽ നിന്ന് യഹൂദ പാരമ്പര്യത്തിലേക്ക് വരുന്നു. ക്രൗണ്ട് കിങ്, ദാവീദിന്റെ വംശത്തിൽ ആയിരിക്കുന്ന ആളുകൾ. ബാപ്റ്റിസം, റിപ്പൻറ്റൻസ്, ബാർ മിറ്റ്സ്വ, മാരേജ്, റബൈനിക് ഓർഡിനേഷൻ ആൻഡ് ഹെഡ് ഓഫ് എ റബൈനിക് അക്കാഡമി. ഈ 8 കാര്യങ്ങൾ. ഈ 8 കാര്യങ്ങളിൽ 2 എണ്ണം നിക്കോദിമോസിന് പറ്റത്തില്ല. 1, പ്രോസലൈറ്റ് കൺവേർഷൻ, അവൻ പണ്ടേ യഹൂദനായിരുന്നു, അതുകൊണ്ട് അത് അവന് ബാധകമല്ല. 2, ക്രൗണ്ട് കിങ്, അവൻ ദാവീദിന്റെ വംശത്തിലുള്ളവനല്ല, അതുകൊണ്ട് അവൻ ക്രൗണ്ട് കിങ് അല്ല. പക്ഷെങ്കിൽ ബാക്കി പറഞ്ഞിരിക്കുന്ന ഈ 6 കാര്യങ്ങളും, ഈ 6 കാര്യങ്ങളും അവൻ നിറവേറ്റി കഴിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവിനോട് ചോദിക്കുന്നത്, നൗ വാട്ട്? ഇനി എന്താണ്? എൻ്റെ പാരമ്പര്യം പറഞ്ഞനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, there is something else that needs to come. You have to be born of the spirit. നീ ഇതുവരെ പറഞ്ഞതെല്ലാം ഫ്ലെഷ് ആണ്, എന്നാൽ നീ ആത്മാവിൽ ജനിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ലൗകികവും ആത്മീകവും രണ്ടിനെയും 2 ധ്രുവത്തിലാണ് വെക്കുന്നത്. എന്നാൽ ഇത് രണ്ടും ഒന്നായി ചേരണം. ഇത് രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. അതിന് ഏറ്റവും പരമ ഉത്തമമായ ഉദാഹരണമാണ് കർത്താവ്. He integrated both his divinity and his humanity. മനുഷ്യത്വവും ദൈവികത്വവും ഇത് രണ്ടും ഒന്നായി ചേർന്ന് ഈ ലോകത്തിൽ ജീവിപ്പാനും ഇടയായി തീരും എന്നുള്ള ഒരു വലിയ ഉദാഹരണം തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് വിശുദ്ധ മാമോദീസ ഏറ്റിരിക്കുന്നതായിട്ടുള്ള നമ്മളെ ഏവരെയും സംബന്ധിച്ചിടത്തോളം
ഈ ലോകത്തിലേക്ക് നമ്മളെ വിടുന്നതായിട്ടുള്ള സമയത്ത് ഈ ദൈവികമായിട്ടുള്ള ഒരു ബോധ്യം മറന്നല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഐഡന്റിഫിക്കേഷൻ, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ. മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഇൻഫ്ലെക്ഷൻ. ഇൻഫെക്ഷൻ അല്ല, ഇൻഫ്ലെക്ഷൻ. ഈ ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ 3 പ്രധാനപ്പെട്ട അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഒരു മാത്തമാറ്റിക്കൽ ടേമിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കോൺവെക്സിൽ നിന്ന് കോൺകേവിലേക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കർവ് മാറുന്നു. 2, പാട്ട് പാടുന്നവർ അവരുടെ സ്വരം അല്പം ഒന്ന് വ്യത്യാസപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പാടാൻ എടുത്തിരിക്കുന്ന പാട്ട് ക്രൂശിന്മേൽ ക്രൂശിന്മേലാണ്. അപ്പോൾ ഈ ക്രൂശിന്മേൽ എടുത്തതായിട്ടുള്ള സമയത്ത് ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഇപ്പം നൊട്ടേഷൻ ഉണ്ട്. നൊട്ടേഷൻ്റെ അകത്ത് പക്ക ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിത എന്ന് പറയും. പക്ഷെ ആ പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് ആ നൊട്ടേഷനെ നമുക്ക് പാടാൻ പറ്റത്തില്ല. കാരണം ആ പാട്ടിൻ്റെ ഫീൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അല്പം അങ്ങോട്ട് കൂട്ടും, അല്പം നമ്മൾ അങ്ങോട്ട് കുറയ്ക്കും. എന്തിനാണ്? ആ പാട്ടിൻ്റെ ഫീൽ അങ്ങോട്ട് വരാനും ആ പാട്ട് കുറച്ചുകൂടെ മനോഹരമായി തീരാനും. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരു യൂസേജ് ആണ്. അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ സെൻറ്റൻസിൻ്റെ ടോൺ മൊത്തമായിട്ട് ചേഞ്ച് ആയി തീരും. അപ്പോൾ ഈ 3 അർത്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഒരു വലിയ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ മാമോദീസായും അത് തന്നെയാണ്. വിശുദ്ധ മാമോദീസായിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. There needs to be a great change that needs to happen in you. There needs to be an inflection that needs to take place in you. മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. The only one who likes change. ആർക്കാണ് ചേഞ്ച് ഇഷ്ടം? സാധാരണ ആർക്കും ഇഷ്ടമല്ല. എന്നാൽ അദ്ദേഹം പറയുന്ന ഒരു രസകരമായ കാര്യമാണ്. The only one who likes change is a wet baby. നമ്മുടെ ഇവിടുത്തെ എമീലിയ കുഞ്ഞ് ഡൈപ്പർ ഒത്തിരി അങ്ങ് ഇതായി കഴിയുമ്പോൾ അവൾക്ക് മാത്രമേ ആ ചേഞ്ച് ഇഷ്ടമുള്ളൂ. ബാക്കി ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും ചേഞ്ച് ഇഷ്ടമല്ല. ഒരു കസാര അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറിയാൽ, ഒരു പേന ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറിയാൽ എല്ലാം നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ചേഞ്ചും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആളുകളാണ് നമ്മൾ. പക്ഷെങ്കിൽ ഈ വിശുദ്ധ മാമോദീസ ഏൽക്കുന്നതായിട്ടുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം പഴയതാകാൻ പറ്റത്തില്ല. ആ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാർമികൻ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ ജ്ഞാനപിതാവിനോട് ഒരു പ്രബോധനം കൊടുക്കുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്നു. അതൊന്നും ആരും കേൾക്കാറില്ല. ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഒരുങ്ങി വരുന്നത്. ഇത് പറയുന്നുണ്ട്. എന്താണ്? സഭയ്ക്ക് ഇപ്പോൾ ഇവരെ പഠിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് സഭയുടെ റിപ്രസെൻറ്റേറ്റീവ് നിങ്ങളാണ്. ക്രമമായിട്ട് ഇവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആ പ്രബോധനത്തിനകത്ത് പറയുന്നത്. ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ആരാധനയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നു ചേരണം എന്ന് നിരന്തരമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ എത്രയോ പേര് തലയെ തൊട്ടിട്ട് പിന്നെ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ, നേരെ ചൊവ്വേ പോകുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി പല ജ്ഞാനമാതാവും പിതാവും നടത്താറില്ല. ഞാൻ കരോൾബാഗിൽ ശുശ്രൂഷ ചെയ്ത സമയത്ത് എൻ്റെ ആദ്യത്തെ വർഷമാണല്ലോ. എൻ്റെ ആദ്യത്തെ വർഷം അന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിന് മോനി മാത്യു അച്ഛനും ഞാനും ഇങ്ങനെ മാറി മാറിയാണ് എടുക്കുന്നത്. അവസാനം ക്ലാസ് തീരുന്ന ആ ഒരു ദിവസം മോനി മാത്യു അച്ഛൻ ഈ പറയുന്ന പിള്ളേരോട് പറഞ്ഞു, നിങ്ങളുടെ ജ്ഞാനമാതാവും പിതാവും ആരാണ് നിങ്ങൾക്കറിയാമോ? 42 പിള്ളേരോളം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു 10 പേരല്ലാതെ ബാക്കി ആർക്കും അറിയത്തില്ല ആരാണ് ജ്ഞാനമാതാവും ആരാണ് ജ്ഞാനപിതാവും. അപ്പോൾ മോനി മാത്യു അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിളിച്ച് പറയണം, അവർക്ക് വരാനായിട്ട് പറ്റുകയാണെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിൽ വന്ന് സമ്മതിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ആളുകളാണ്. ഇപ്പോൾ വലിയതായി കഴിഞ്ഞ് നേരിട്ട് പറയുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങളിൽ ആ മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആളുകളാണ്. മാറ്റമില്ലെങ്കിൽ അടി കൊടുക്കേണ്ട ആളുകളാണ് എന്ന് അച്ഛൻ തമാശയ്ക്ക് പറഞ്ഞു. ശരിയാണ്. ദർ നീഡ്സ് ടു ബി എ ചേഞ്ച്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ഒരു ചേഞ്ച് ഉണ്ടോ? ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള നിക്കോദിമസിനോട് കർത്താവ് പറയും, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, നീ പറയുന്ന 8 കാര്യങ്ങളിൽ ആരും നിനക്കുണ്ട്, പക്ഷെങ്കിൽ ഈ സ്പിരിറ്റിൻ്റെ അനുഭവം അത് നിനക്കില്ല എങ്കിൽ ഒന്നും ഇടയായി തീരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അർത്ഥം മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇതൊക്കെയും കൈക്കൊള്ളുന്നതെങ്കിൽ ഇത് ഐഡലേറ്ററിയാണ്, വിഗ്രഹ ആരാധനയാണ്. ഈ അടുത്ത ദിവസം ഞാൻ കണ്ട ഒരു വാട്സാപ്പിലെ വീഡിയോ എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തി. നിങ്ങളും ചിലപ്പോൾ അത് കണ്ടു കാണും. ഒരു 90 വയസ്സെങ്കിലും കാണും, 90 95 അല്ലെങ്കിൽ അതിൽ കൂടുതലേ കാണത്തുള്ളൂ. ഒരു പ്രായമായ ഒരു അമ്മച്ചി കസാരയിൽ ഇരുത്തിയിരിക്കുകയാണ്. 2-3 പേര് ഒരു കുളത്തിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ഈ 95-ാമത്തെയോ 90-ഓ 100-ാമത്തെ വയസ്സിലുള്ള അമ്മച്ചിയെ ഈ പറയുന്ന ആളുകളെല്ലാം പിടിച്ചിട്ട് മുക്കുകയാണ്, സ്നാനപ്പെടുത്തുകയാണ്. എന്തിനാണ്? ഇത് ചെയ്തില്ലെങ്കിൽ ഇനി അവിടെ ഒരു ഇത് കിട്ടിയില്ലെങ്കിലോ? എന്നാൽ നമ്മുടെ പ്രവൃത്തി, അതാണ് കർത്താവ് പറയുന്നത്, കാറ്റ് വീശുന്നിടത്ത് അത് പോവും. യു ഡോണ്ട് നോ, ഇറ്റ് ഇസ് ഗോഡ്സ് ഗ്രേസ്. ഇത് ചെയ്തതുകൊണ്ട് സ്വർഗരാജ്യം ലഭിക്കും എന്ന് വിചാരിച്ച് ആരും മാമോദീസ മുങ്ങണ്ട. അങ്ങനെ ഒരു ഉറപ്പൊന്നും എങ്ങും ഇല്ല. എന്നാൽ ഇത് ചെയ്യുമ്പോൾ ആ പറയുന്നതായിട്ടുള്ള മാറ്റം എന്നിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അതും കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്.
എവറിത്തിങ് ലൈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്, ഇറ്റ് ഇസ് ഓൺലി ഗോഡ്സ് ഗ്രേസ്. ആ ഒരു ബോധ്യം മറന്ന് ജീവിക്കാനായിട്ട് ഇടയായി തീരല്ല. 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒന്ന്, ബാപ്റ്റിസം ഈസ് എ സിമ്പിൾ ഓഫ് ഐഡന്റിഫിക്കേഷൻ. ക്രിസ്തുവുമായിട്ട് ഞാൻ അനുരൂപപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിന് അത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. 2, ഇറ്റ് ഇസ് ആൻ ഇൻറ്റിഗ്രേഷൻ, ദ ഫിസിക്കൽ ആൻഡ് ദ ഡിവൈൻ, ദ ഹ്യൂമാനിറ്റി ആൻഡ് ദ ഡിവിനിറ്റി, ബോത്ത്, രണ്ടും ഇവിടെ ചേരണം ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത്. 3, ഇറ്റ് ഇസ് ആൻ ഇൻഫ്ലെക്ഷൻ, എ ഗ്രേറ്റ് ചേഞ്ച് ഹാസ് ടു ടേക്ക് പ്ലേസ് ഇൻ അസ്. ആ ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുവാൻ ത്രിയേക ദൈവം ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിലായിരിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നൽകിയ ഈ സമയത്തിനും നൽകിയ ഓരോ അനുഭവങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ സഭയിലെ അംഗമായി തീരുവാൻ ഞങ്ങൾക്കിടയായി തീർന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. മാർത്തോമാ സഭയിൽ മാമോദീസ മുങ്ങുവാനും ഈ സഭയുടെ വിശ്വാസം അനുസരിച്ച് ദൈവവചന പഠിപ്പീരനുസരിച്ച് വളരുവാൻ തക്കോണം ലഭിച്ച വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ചിലപ്പോഴെങ്കിലും ഒക്കെയും ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ കൂദാശകളിൽ ഞങ്ങൾ പങ്കുചേരുന്നു. പ്രിയ കർത്താവേ, നീയുമായിട്ടുള്ള ഒരു വലിയ ഐഡൻറ്റിഫിക്കേഷൻ ആണല്ലോ ഈ ഒരു സ്നാനത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിപ്പാൻ ഇടയായിത്തീരുന്നത്. പ്രിയ കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ലോകത്തിൽ തന്നെ ദൈവികമായ രീതിയിൽ ജീവിപ്പാൻ തക്കോണം അങ്ങനെ ഒരു ഇൻറ്റഗ്രേഷൻ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുവാൻ തക്കോണം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്ന ഓരോ കുദാശയിലും പങ്കുചേരുമ്പോൾ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മാറ്റം, ആൻഡ് ഇൻഫ്ലെക്ഷൻ, ആ ഒരു വലിയ ചേഞ്ച് കർത്താവെ ഞങ്ങളിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുള്ളവരായി തീരുവാൻ, കുറച്ചുകൂടെ അർത്ഥവത്തുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മുൻപോട്ടും നിൻ്റെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന പങ്കുചേരാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഈ ഒരു കുദാശയിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ കർത്താവെ, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മാനവും അർത്ഥവും വ്യാപ്തിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പങ്കുചേരുവാനും മടങ്ങിപ്പോകുമ്പോൾ രൂപാന്തരപ്പെട്ട് മാറ്റമുള്ളവരായി മടങ്ങി